ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ KS ബന്ധപ്പെട്ട് പേപ്പർ 1 കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. അല്ലെ, നമുക്കറിയാം ആർട്ടിക്കിൾ 263 പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ആര്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. അപ്പോൾ നമുക്ക് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നേ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, മറക്കല്ലേ. തുടങ്ങാം. നമുക്ക് നോക്ക് ബോർഡിലേക്ക്. ആർട്ടിക്കിൾ 200 ആദ്യം ഞാൻ പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 263 പ്രകാരം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗൺസിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. അപ്പോൾ ആദ്യമേ അതിൻ്റെ ആർട്ടിക്കിൾ പഠിക്കുക, പിന്നെ നമുക്ക് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 263 പ്രകാരം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഏതാ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഏതാത്? 263. കഴിഞ്ഞല്ല എങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാൻ നോക്കൂ. എന്താ അവരുടെ പർപ്പസ് എന്ന് പറയുന്നത്? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, ബിറ്റ്വീൻ ദി സ്റ്റേറ്റ്സ് ആൻഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് ദി സെൻറ്റർ. മനസ്സിലായി കാണും. അതായത് നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ചിരിക്കുന്ന ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷനിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഒന്നും കൂടെ 2 പോയിന്റ് പഠിച്ചു. ആർട്ടിക്കിൾ 263 പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. അടുത്ത പോയിന്റ് എന്താ അവരുടെ പർപ്പസ് എന്ന് പറയുന്നത്? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ആര്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. എങ്കിൽ അടുത്ത പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അണ്ടർ ആർട്ടിക്കിൾ 263. ആർട്ടിക്കിൾ 263 പ്രകാരം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ക്വസ്റ്റ്യൻ പല ഫോർമാറ്റിൽ ചോദിക്കാം. ഒന്നുകിൽ ഒരു സിംഗിൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഓർ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ? ഇതൊന്നും അല്ലെങ്കിൽ ചോദിക്കാം. 4 ഓപ്ഷൻ കൊടുത്തിട്ട് അവർ ചോദിക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോഡി ഈസ് കൺസിഡർ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായി കാണാൻ കഴിയുന്നത് ഇത്. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 324 പ്രകാരം, അല്ലേ, ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 148 പ്രകാരം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 263 പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. മറക്കല്ലേ. എങ്കിൽ അടുത്ത പോയിന്റ് വായിച്ചു നോക്കാം. ആസ് പെർ ദി എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രകാരം എങ്ങനെയാണ് നടന്നിരിക്കുന്നത്? ഫസ്റ്റ് സെറ്റപ്പ് ഇൻ 1990, 1990 വൈ എ പ്രസിഡൻഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ ദി സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷൻ. നോക്കണേ, സർക്കാരിയ കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വരുന്നപ്പോഴാണ് 1990 ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. 1, 2 ബേസ്ഡ് ഓൺ ദി സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട്. അപ്പൊ സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 1983 രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മീഷനായിരുന്നു സർക്കാരിയ കമ്മീഷൻസ് ടു സ്റ്റഡി അബൌട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. ഇതാക്കുക. നിങ്ങൾ ഇന്ത്യയിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ട 2 കമ്മീഷനെ പറഞ്ഞാൽ ഒന്ന് 1983 സർക്കാരിയ കമ്മീഷൻ, അടുത്ത 2007 ഒരു പൂഞ്ചി കമ്മീഷനുണ്ട്. 2007 പൂഞ്ചി കമ്മീഷനുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്ത്യയിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്മീഷനാണ് 1983 സർക്കാരിയ കമ്മീഷനും 2007 പൂഞ്ചി കമ്മീഷനും. ഇതിന് പുറമെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന കമ്മീഷനുണ്ട് കേട്ടോ. ഇവിടെ രാജ്യമണ്ണാർ കമ്മീഷൻ, തമിഴ്നാട് സംസ്ഥാനം രൂപീകരിച്ചിരിക്കുന്ന ഒരു രാജ്യമണ്ണാർ കമ്മീഷനുണ്ട്. അത് തമിഴ്നാട് സ്റ്റേറ്റ് വൈസായി രൂപീകരിച്ചിരിക്കുന്ന തമിഴ്നാട്ടിലെ രാജ്യമണ്ണാർ കമ്മീഷനുണ്ട്. നമ്മൾ കമ്മീഷനെ പറ്റി, അതായത് ഇന്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് കമ്മീഷനുകളെ കുറിച്ച് വരും ദിവസങ്ങളിൽ മറ്റൊരു ക്ലാസ് ഉണ്ടാവും. തൽക്കാലം ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, സർക്കാരിയ കമ്മീഷൻ എന്നത് ഒരു സെൻട്രൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കമ്മീഷനാണെന്ന്. അതിനെ രൂപീകരിച്ചിരിക്കുന്നത് 2007 പൂഞ്ചി കമ്മീഷനാണ്. 2007 പൂഞ്ചി കമ്മീഷനാണ്. അപ്പോൾ നമുക്ക് 1983 മാത്രം തൽക്കാലം പഠിക്കാം, ബാക്കി വരും ദിവസങ്ങളിൽ. അതായത് പൂഞ്ചി കമ്മീഷനും രാജമണ്ണാർ കമ്മീഷനൊക്കെ വരും ദിവസം നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ നോക്കേണ്ടത് എന്താ? 1990 ആദ്യത്തെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചു എന്നും
അത് രൂപീകരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 1983 സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി സർക്കാരിയ കമ്മീഷൻ ഇസ് റിലേറ്റഡ് ടു ഡാഷ്. എന്താണത്? സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ. ഒന്നുകൂടെ, സർക്കാരിയ കമ്മീഷൻ ഇസ് റിലേറ്റഡ് ടു ഡാഷ് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ. ക്രിയേറ്റഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1983. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ് 83 എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? വീണ്ടും മുന്നോട്ട്. സോ പഠിക്കുക. ഏറ്റവും പ്രധാനം ഇവരുടെ ഫങ്ഷൻസ് എന്താണ്, ഇവരുടെ ജോലി എന്താണ്? ജോലി നമുക്കറിയാമല്ലേ. നോക്കൂ നിങ്ങൾ, അതായിരുന്നു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്ന പോയിന്റ്. എന്നാലും ഒന്നുകൂടെ നോക്കണേ. നോക്കൂ, ഇറ്റ് അഡ്വൈസസ് ഓൺ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് പരിഹരിക്കുക. ആസ് എ കോംപ്ലിമെന്ററി മീൻസ് ആസ് എ ഹെൽപ്പിംഗ് ഏജൻസി ടു സുപ്രീം കോർട്ട്. നമുക്കറിയാം ഓൾറെഡി ആർട്ടിക്കിൾ 131, നമുക്കറിയാം ആർട്ടിക്കിൾ 131 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒറിജിനൽ ജൂറിസെക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് അല്ലേ. എന്താ ആർട്ടിക്കിൾ 131? നമ്മൾ ജുഡീഷ്യലിൽ പഠിക്കുമെന്നേ. ഒറിജിനൽ ജൂറിസെക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 131. ആ ഒറിജിനൽ ജൂറിസെക്ഷനിൽ ഓൾറെഡി ഈ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട് കുറേ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകൾ ഓൾറെഡി സുപ്രീം കോടതിയും ഡീൽ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 131 ഏത് പേരിൽ? ഒറിജിനൽ ജൂറിസെക്ഷൻ എന്ന പേരിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കോംപ്ലിമെന്ററി ആയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പിംഗ് ആയിട്ട് ഓൾറെഡി നമുക്ക് ആരുണ്ട് ഇവിടെ? ഇന്റർ സ്റ്റേറ്റ് ഇഷ്യൂസ് പരിഹരിക്കാൻ ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടെന്ന് മറക്കല്ലേ. നമുക്ക് പറയാൻ കഴിയും ഈ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആസ് എ കോംപ്ലിമെന്ററി ഏജൻസി ഓർ ഹെൽപ്പിംഗ് ഏജൻസി ടു സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 131 ഓൾറെഡി സുപ്രീം കോർട്ട് 131 പ്രകാരം പല ഇന്റർ സ്റ്റേറ്റ് ഇഷ്യൂസിലും ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇടപെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ആസ് പെർ ദി ഒറിജിനൽ ജൂറിസെക്ഷൻ പവർ ഓഫ് ദി സുപ്രീം കോർട്ട്. അതിന് പുറമെയാണ് നമുക്കൊരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിലും കൂടെ ഉള്ളത്. ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുള്ള പരിഹരിക്കാൻ പഠിച്ചായിരുന്നേ. അടുത്ത വീണ്ടും മനസ്സിലേക്ക് ആലോചിച്ചേ. അടുത്ത എന്താണ്? നോക്കൂ, ഇവിടെ നോക്കാം. ഡിസ്കസ് ദി ഇഷ്യൂസ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് സെൻറ്റർ. നോക്കണേ, സംസ്ഥാനങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് പരിഹരിക്കുക. ഇവിടെ അത് തന്നെ പറയുന്നത് കേട്ടോ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് പരിഹരിക്കുക, സംസ്ഥാനങ്ങളിൽ കേന്ദ്രവും തമ്മിലുള്ള ഇഷ്യൂസുകൾ പരിഹരിക്കാം. അതുപോലെ അടുത്ത വായിച്ചു നോക്കിയേ. അവിടെ പ്രത്യേകിച്ച് ഒരു പോയിന്റ് പറയുന്നില്ല, നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന സെയിം പോയിന്റ്. അടുത്ത് നോക്കാം. ഇറ്റ് റെക്കമെൻഡ് ദി വേസ് ടു ഇംപ്രൂവ് കോർഡിനേഷൻ ഇൻ പോളിസീസ് ആൻഡ് ആക്ഷൻ. ഒന്നുമില്ല, ഇതൊരു പോളിസി വരുന്ന സമയത്ത് ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഒരു പോളിസി പുതിയതായി തയ്യാറാക്കുന്ന സമയത്ത് അഡ്വൈസുകൾ സ്വീകരിക്കാം. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്നും തീർച്ചയായിട്ടും പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് കേന്ദ്രങ്ങൾ അഡ്വൈസുകൾ സ്വീകരിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് അവരുടെ അഡ്വൈസ് ഒന്നും ബൈൻഡിങ് അല്ല കേട്ടോ. ഇറ്റ് ഈസ് എ ഓൺലി അഡ്വൈസറി ബോഡി. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. വേറെ ഡിസിഷൻസ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ എനി ഗവൺമെന്റുകളിൽ ബൈൻഡിങ് അല്ല. അപ്പോൾ അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അഡ്വൈസ് കൊടുക്കാം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, അത് കേരളത്തിന് പ്രശ്നമാകും അല്ലെങ്കിൽ കർണാടകയ്ക്ക് പ്രശ്നമാകും, അങ്ങനെ പറയാം. പക്ഷേ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ഡിസിഷൻസ് ആർ നോട്ട് ബൈൻഡിങ് എന്നൊരു പോയിന്റ് നമ്മൾ പോണ വഴിക്ക് നിങ്ങൾ പഠിക്കും. അപ്പോൾ ദി അഡ്വൈസസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ആസ് പെർ ആർട്ടിക്കിൾ 263 പ്രകാരമുള്ള ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ അഡ്വൈസസ് ആർ നോട്ട് ബൈൻഡിങ്. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി അല്ല. മേയർ മേനോട്ട അഡ്വൈസറി സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വിട്ടേക്കണം ആണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് നമ്മൾ പോണ വഴിക്ക് പഠിക്കും. അതൊരു വിലപ്പെട്ട പ്രസ്താവനയാണ്. അതൊരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റിൽ കാണാൻ കഴിയും. അത് പോട്ടെ, ബാക്കി മുന്നോട്ട് പറയാം കേട്ടോ. അടുത്ത വീണ്ടും ആലോചിച്ചേ. ഏറ്റവും പ്രധാന അതിശക്തമായൊരു ടോപ്പിക്കാണ് കോമ്പോസിഷൻ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിലെ കോമ്പോസിഷൻ ആരൊക്കെയും ചോദിക്കുന്നു. ആരാണിതിൽ? നമുക്ക് ആരൊക്കെയുണ്ട്? പ്രൈം മിനിസ്റ്റർ ആസ് എ ചെയർമാൻ. പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ. ഒന്ന്. രണ്ടാമത്തെ ആരാണ്? CM ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും CM എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അടുത്ത പറയുന്നത് CMs ഓഫ് ഓൾ യൂണിയൻ ടെറിട്ടറി ഹാവിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. മൂന്നാമത്തെ കാറ്റഗറി ആരാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ CM. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ CM ആണ്. CM ഓഫ് ഓൾ യൂണിയൻ ടെറിട്ടറീസ് ഹാവിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നാലാമത്തെ കാറ്റഗറി ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ഓൾ യൂണിയൻ ടെറിട്ടറീസ് നോട്ട് ഹാവിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലാത്ത ബാക്കിയുള്ള എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കുകയല്ല, അവർ കോമ്പോസിഷന്റെ ഭാഗമാണ്, കമ്പോണൻസിന്റെ ഭാഗമാണ്. 4. അഞ്ചാമത്തെ കാറ്റഗറി ആരാണ്? ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് അണ്ടർ പ്രസിഡൻസ് റൂൾ. നമുക്കറിയാം നമ്മുടെ ആർട്ടിക്കിൾ 356 പ്രകാരവും 365 പ്രകാരവും പ്രസിഡൻസ് റൂൾസിനെ കുറിച്ച് പഠിക്കും. ഇല്ലേ, നമ്മൾ വേരിയങ് ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ പ്രസിഡൻസ് റൂളിനെ പറ്റി ആർട്ടിക്കിൾ 356 ആർട്ടിക്കിൾ 365 നമ്മൾ പഠിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രസിഡൻസിൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടോ അവിടുത്തെ എല്ലാം ഗവർണേഴ്സിനെയും കൂടെ ക്ഷണിക്കുകയല്ല, പാർട്ട് ഓഫ് കോമ്പോസിഷൻ. അഞ്ചായോ. ആറാമത്തെ ടീം ആരാണ്? ആറാമത്തെ ടീമിൽ 6 പേർ. ആറാമത്തെ ടീമിൽ 6 പേരാണ്. നോക്കൂ, 6 സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻക്ലൂഡിംഗ് ഹോം മിനിസ്റ്റർ, നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. 6 കേന്ദ്രത്തിലെ 6 ക്യാബിനറ്റ് മിനിസ്റ്റർമാർ ഉണ്ടാവണം, ഇൻക്ലൂഡിംഗ് ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ ഉൾപ്പെടെ 6 കേന്ദ്ര മന്ത്രിമാർ ഉണ്ടായിരിക്കണം, ക്യാബിനറ്റ് കേന്ദ്ര മന്ത്രിമാർ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി 7ാമത്തെ കാറ്റഗറി ആരാണ്? 5 മിനിസ്റ്റേഴ്സ് ഓഫ് ക്യാബിനറ്റ് റാങ്ക് ഓർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ് നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. 7ാമത്തെ കാറ്റഗറിയ 5 മിനിസ്റ്റർ, ക്യാബിനറ്റ് റാങ്കുള്ള 5 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, ഓർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ് നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആർ ദി പെർമനന്റ് ഇൻവൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും പേർ ചേർന്നാണ് കോമ്പോസിഷൻ. അതിപ്രധാനമാണ് കോമ്പോസിഷൻ. 7 തരത്തിൽ ആൾക്കാരുണ്ട് അല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, കാരണം അതിശക്തമായ സെഷനാണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 1 കണ്ണടച്ച് മനസ്സിലാലോചിച്ച്. 1 പ്രൈം മിനിസ്റ്റർ ആസ് ചെയർമാൻ. 2 GM ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. 3 GM ഓഫ് ഓൾ യൂണിയൻ ടെറിട്ടറി ഹാവിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. 4ാമത്തെ കാറ്റഗറി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ഓൾ യൂണിയൻ ടെറിട്ടറി നോട്ട് ഹാവിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. 5ാമത്തെ ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് അണ്ടർ പ്രസിഡൻഷ്യൽ റൂൾ. 6ാമത്തെ 6 പേർ എന്ന് ആലോചിക്കണേ. 6 പേർ 6 സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻക്ലൂഡിംഗ് ഹോം മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. 7ാമത്തെ കാറ്റഗറിയ 5 മിനിസ്റ്റേഴ്സ് ഓഫ് ക്യാബിനറ്റ് റാങ്ക് ഓർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ് നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആർ പെർമനന്റ് ഇൻവൈറ്റീസ് അല്ലേ? 7 കാറ്റഗറിയിലുള്ള ആളുകൾ ഉൾപ്പെട്ടതാണ് എന്ത്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. പഠിക്കണേ. ക്വസ്റ്റ്യൻ പല ഫോർമാറ്റ്. ഒന്നെങ്കിൽ 1 വേഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലെങ്കിൽ പ്രസ്താവന ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് വരും ദിവസങ്ങൾ പരിചയപ്പെടുത്താവേ. ഒരു 3-4 ക്ലാസ്, ഒരു 3-4 ടോപ്പിക്കിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റിവിഷൻ മോഡുണ്ട്. ആ റിവിഷൻ മോഡിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളും 1 വേഡ് ക്വസ്റ്റ്യൻസും കണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ആദ്യം പോയിന്റ്, നിങ്ങളിപ്പം 1 വേഡ് ക്വസ്റ്റ്യൻ ആയാലും KS പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ 1 വേഡ് ആകാം, പ്രസ്താവനയാകാം, അതല്ല നമ്മുടെ പ്രശ്നം. ക്വസ്റ്റ്യൻ എങ്ങനെ ആവട്ടെ, ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പോയിന്റ് വേണം. നമ്മുടെ കയ്യിൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിയൂ. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ പോയിന്റ് വേണം. ഇപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കുമ്പോൾ ആരാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നും അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ അല്ലയോ എന്നും അത് പ്രകാരമുള്ള ആർട്ടിക്കിൾ ഏതാണെന്നും അതിലെ കമ്പോസിഷൻസ് ആരൊക്കെയാണ് നമ്മൾ അറിയണം. ശരിയല്ലേ? അപ്പോൾ അറിഞ്ഞാൽ മാത്രമേ മിനിമം ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് 1 വേഡ് ആയാലും സ്റ്റേറ്റ്മെന്റ് ആയാലും അവിടെ നിങ്ങൾ എന്ത് ടെക്നിക്ക് ഉപയോഗിക്കും? നമുക്ക് എലിമിനേഷൻ ഉപയോഗിക്കാം, അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ ഏത് ടെക്നിക്ക് ഉപയോഗിക്കാനും, ഇപ്പോൾ എലിമിനേഷൻ ആയാലും ശരി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ആയാലും ശരി, തീർച്ചയായിട്ടും എന്തറിയണം? പോയിന്റുകൾ കയ്യിലുണ്ടാവണം. പോയിന്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആൻസർ പ്രോപ്പറായി ടച്ച് ചെയ്യാൻ കഴിയുള്ളൂ. സോ പോയിന്റുകളെ പരമാവധി ബൈഹാർട്ട് ചെയ്യുക. ശേഷം വരും ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ. അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. നോക്ക്, ഇതിന്റെ മീറ്റിംഗ് ഏറ്റവും പ്രധാനമാണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി അവർ ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിലിന്റെ മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹെൽഡ് അറ്റ്ലീസ്റ്റ് ത്രൈസ് എ ഇയർ. ഒരു വർഷം 3 മീറ്റിംഗ്. ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 3 മീറ്റിംഗ് കൂടിയിരിക്കണം അല്ലേ? നമ്മുടെ പാർലമെന്റ് സെഷൻ 3 ഉണ്ട് അതുപോലെ. അപ്പൊ ഹെൽഡ് അറ്റ്ലീസ്റ്റ് ത്രൈസ് എ ഇയർ. ശരിയല്ലേ? ഹെൽഡ് അറ്റ്ലീസ്റ്റ് ത്രൈസ് എ ഇയർ എന്ന് കൃത്യമായി പറയുന്നു. അതായത് അറ്റ്ലീസ്റ്റ് മിനിമം ഏറ്റവും കുറഞ്ഞ ഒരു വർഷം 3 പ്രാവശ്യമെങ്കിലും കൂടിയിരിക്കണം. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം മീറ്റിംഗ് കൂടിയിരിക്കണം എന്ന് പറയുന്നു. നമുക്ക് പാർലമെന്റിൽ ഇതുപോലെ സെക്ഷനില്ലേ? പാർലമെന്റിലെ സെഷൻ നമുക്ക് BNW ആലോചിക്കല്ലേ? ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ. ഓർക്കുന്നുണ്ടോ? നമ്മൾ പാർലമെന്റിനെ കുറിച്ച് വിശദമായി പഠിക്കും കേട്ടോ, വിശദമായി പഠിക്കും. വലിയൊരു സെഷനായിട്ട് ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പഠിക്കും. അപ്പോൾ അവിടെ നമ്മൾ പാർലമെന്റ് സെഷനെ കുറിച്ച് പഠിക്കും. പാർലമെന്റിൽ നമുക്ക് ബഡ്ജറ്റ് സെഷനുണ്ട്, മൺസൂൺ സെഷനുണ്ട്, വിന്റർ സെഷനുണ്ട്. ഓക്കെ അല്ലേ? അപ്പം അതുപോലെ തന്നെ ഇവിടെ 3 സെഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 3 വർഷം കൂടിയിരിക്കണം. പാർലമെന്റിൽ മാൻഡേറ്ററി ആണ്, ഇവിടെ അറ്റ്ലീസ്റ്റ് കൂടിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത വായിച്ചു നോക്കി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട് കേട്ടോ. അതായത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി സഹകരിച്ചൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ഇറ്റ്സ് ഫോംഡ് ഇൻ 1996 ആണ്. ചെയർഡ് ബൈ യൂണിയൻ ഹോം മിനിസ്റ്റർ. ശ്രദ്ധിക്കണം, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 1996. ആരാ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? യൂണിയൻ ഹോം മിനിസ്റ്റർ. ശ്രദ്ധിക്കണം, നല്ലൊരു പോയിന്റാണ്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി 1996 രൂപീകരിച്ചു. ആരായിരുന്നു അതിന്റെ ചെയർമാൻ? യൂണിയൻ ഹോം മിനിസ്റ്റർ. ശ്രദ്ധിക്കുക, ഓൾറെഡി യൂണിയൻ ഹോം മിനിസ്റ്റർ ഈസ് എ പാർട്ട് ഓഫ് അവർ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നമ്മൾ കണ്ടിരുന്നു. ശരിയല്ലേ? കാരണം അദ്ദേഹം ഉൾപ്പെടുന്ന യൂണിയൻ ഹോം മിനിസ്റ്റർ ഉൾപ്പെടുന്ന ഒരു ടീം അവിടെ നമുക്കുണ്ട്.
അല്ലെ 6 പേരടങ്ങുന്ന ടീം. 6ാമത്തെ പോയിന്റായി നമ്മൾ കണ്ടു 6 പേരടങ്ങുന്ന ടീം എന്ന് പറഞ്ഞ് കണ്ടിരുന്നു. അപ്പോൾ എനിവേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ രൂപീകരിച്ച 1996 ഷെയർഡ് ബൈ യൂണിയൻ ഹോം മിനിസ്റ്റർ. ഒരൊറ്റ പോയിന്റ് കൂടെ നോക്കൂ. അടുത്ത ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ICC ISC ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് 1991. ഒരു 1991 നമുക്ക് എന്തും രൂപീകരിച്ചിട്ടുണ്ട്? ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇറ്റ് അസിസ്റ്റ് ദി കൗൺസിൽ ആൻഡ് സോണൽ കൗൺസിൽസ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ആരാണ് സോണൽ കൗൺസിൽസ്, അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമുക്ക് 1991 ഓൾറെഡി ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന് കീഴിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആ ഇന്റർ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആരെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നു? നമ്മുടെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ അസിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ പഠിക്കാൻ പോകുന്ന സോണൽ കൗൺസിൽസുകളെയും ഓരോ സോണൽ വൈസ് കൗൺസിൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്, അവരെയും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 വർഷങ്ങൾ പഠിക്കണ പരീക്ഷ KS ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ അല്ലേ? നോക്കൂ. അപ്പോൾ സ്റ്റാൻഡിംഗ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. രൂപീകരിച്ച വർഷം 1996 യൂണിയൻ ഹോം മിനിസ്റ്ററാണ് ചെയർമാൻ. എങ്കിൽ അടുത്തത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് 1991 അസിസ്റ്റ് ചെയ്യുന്നു. കൗൺസിൽ ആൻഡ് സോണൽ കൗൺസിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്. 1991 അവർ ആരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്? 91 രൂപീകരിച്ചു. അവരുടെ പർപ്പസ് എന്താ? അസിസ്റ്റ് ദി കൗൺസിൽ ആൻഡ് സോണൽ കൗൺസിൽസ്. അവരെ പറ്റി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിരിക്കും. ഹു ആർ സോണൽ കൗൺസിൽ, എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഏതൊക്കെ ഏരിയാസിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാൻ കേട്ടോ. അത് ക്ലിയർ ആണ്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം കിട്ടി, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി രൂപീകരിച്ച വർഷവും കിട്ടി. മുന്നോട്ട് പോയിക്കോട്ടെ. വീണ്ടും മനസ്സിലേക്ക് ആലോചിക്കാം. അത്രയും പോയിന്റ്, അവിടെ ഒരു പോയിന്റ് നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ? ഞാനൊരു പോയിന്റ് എഴുതി തരാവേ. ഞാൻ ആ പോയിന്റ് എടുത്ത് വെച്ചതാണ്, കണ്ടില്ല, പക്ഷെ ഞാൻ എഴുതി തരാം. നമ്മുടെ നോട്ട് ബൈൻഡിങ് എന്നൊരു പോയിന്റ്, അതൊന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുകയാണേ. ഈ പോയിന്റ് ഒന്ന് എഴുതി മാറ്റിക്കോണേ. ഈ പോയിന്റ് ഒന്ന് എഴുതി മാറ്റിക്കൊള്ളുക. നോക്കൂ, ദർ ഡിസിഷൻസ് ആർ നോട്ട് ബൈൻഡിങ്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ഡിസിഷൻസ് ആർ നോട്ട് ബൈൻഡിങ് എന്നൊന്ന് എഴുതിക്കോണേ. എൻ്റെ പേന കംപ്ലൈന്റ് ആണ്, നിങ്ങളൊന്ന് എഴുതി മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ദർ ഡിസിഷൻസ് ആർ നോട്ട് ബൈൻഡിങ് എന്ന് എഴുതിക്കൂ. ഞാൻ എഴുതാൻ നോക്കാം. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ഡിസിഷൻസ് ആർ നോട്ട് ബൈൻഡിങ്. അത് ബൈൻഡിങ് അല്ല, ദേർസ് ഓൺലി ഹാവ് അഡ്വൈസറി നേച്ചർ എന്നും കൂടെ എഴുതി മാറ്റിയേക്കൂ. അപ്പോൾ എഴുതി മാറ്റുക. അപ്പം ദി ഓൾ ഡിസിഷൻസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ആർ നോട്ട് ബൈൻഡിങ്, ഇറ്റ് ഈസ് ഓൺലി അഡ്വൈസറി നേച്ചർ എന്ന്. നോട്ട് ബൈൻഡിങ് എന്നാണ് സാധാരണ നമ്മൾ KSന്റെയും സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു വാക്ക് നോട്ട് ബൈൻഡിങ്. ഈ നോട്ട് ബൈൻഡിങ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത് ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ ഒരു എക്സാം പഠിക്കുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാം. നോട്ട് ബൈൻഡിങ് മീൻസ് നോട്ട് മാൻഡേറ്ററി. നോട്ട് ബൈൻഡിങ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നോട്ട് മാൻഡേറ്ററി എന്നാണ്, നിർബന്ധമല്ല. മേയോർ മേനോട്ടൊരു കണ്ടീഷനാണ് നോട്ട് ബൈൻഡിങ് എന്ന വാക്കിൻ്റെ. അഡ്വൈസറി നേച്ചറാണ്. സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ വേണമെങ്കിൽ അതെടുക്കും, ഇല്ലെങ്കിൽ വേണ്ട. ക്ലിയർ കട്ടാണേ? റൈറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് പരമാവധി ചോദ്യങ്ങൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ KS അല്ലെങ്കിൽ കേരള PC ചോദിക്കാവുന്ന എല്ലാ പോയിന്റും അതിനകത്തുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരും ദിവസങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പരമാവധി പോയിന്റുകളെ കൊണ്ടുവന്ന് ബലപ്പെടുത്തി ഒരു കോൺഫിഡൻസ് ആക്കുക. പോയിന്റുകളെ മാക്സിമം പഠിച്ചെടുക്കുക. അങ്ങനെ ഒരു പകുതി കോൺഫിഡൻസ് നമ്മൾ വരുന്നു. പിന്നെ ഉള്ളത് മുൻകാലങ്ങളിലെ നമ്മൾ സിവിൽ സർവീസിൻ്റെയും അല്ലാതെയുള്ള KSന്റെ ഒക്കെ ചോദ്യ പേപ്പർ ഡിസ്കഷൻ വരാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ ചെയ്യുമ്പോഴേക്ക് 100% കോൺഫിഡൻ്റ് ആവും. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ ഇതുപോലെയുള്ള സെഷൻസ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സെഷൻസിന് കുറച്ച് ഫാസ്റ്റായി അപ്ലോഡ് ചെയ്യും. കാരണം നമുക്ക് എക്സാമിന് ഡേറ്റ് വന്നുകൊണ്ട് ഫാസ്റ്റായി അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. ബാക്കിയെല്ലാം വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു കോൺടാക്ട് നമ്പറുണ്ട്, വാട്സാപ്പ് നമ്പറുണ്ട്. ആ വാട്സാപ്പ് നമ്പറിലേക്ക് കൃത്യമായിട്ട് ഡൗട്ടുകളും കൺസേൺസുകളും വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഇട്ടേക്കണം, മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൃത്യമായി ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സാപ്പ് നമ്പറും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകാം. കാരണം ഞാൻ ഈ യൂട്യൂബിൽ കൊണ്ടുവരുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്കും സെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് വഴി ലിങ്ക് അക്സസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കമൻറ്റ് ബോക്സിൽ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഒരു നമ്പറുണ്ട്, അതിലേക്കൊന്ന് മെസ്സേജ് ഇടുക വാട്സാപ്പിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.